ഇപ്പോൾ കേരളത്തിൽ ഇത് ഭാഗത്തുള്ള ആർക്കിടെക്ട്സിനും ബിൽഡേഴ്സിനും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഒന്നില്ലെങ്കിൽ അവരുടേതായ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സമയത്തും സാഹചര്യത്തിലും അവർ വരികയാണെങ്കിൽ. ആർക്കിടെക്ട്സിനെ സംബന്ധിച്ച് ഈ ഒരു സംഭവം നമ്മൾ പറയുന്ന സമയത്തായിരിക്കും വരേണ്ടത്. ബിൽഡറിനെ സംബന്ധിച്ച് അവർ ആ മോക്ക് റൂമിന് പണിയുന്നതിന് പകരം ഒരു വെയർ ഹൗസ് ജസ്റ്റ് ഒരു എത്ര ഏരിയ വേണ്ടി വരും? അത് ഡിപ്പെൻസ് ഓൺ ആ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിലെ എത്രയും മാക്സിമം എത്രയാ ഒരു ഫ്ലാറ്റ് വരുന്നത്, ആ ഏരിയ അനുസരിച്ചുള്ള ഒരു അത് ഈക്വൽ ഏരിയ. അതെ. ആക്ച്വൽ ഫ്ലാറ്റിൻ്റെ ഈ ഏരിയ എത്രയാണ്? ഇപ്പോൾ ഒരു ലക്സ് ഒരു 3500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു 3500 സ്ക്വയർ ഫീറ്റ് പ്ലെയിൻ ലാൻഡ്. ഞങ്ങൾക്കൊരു 20-25 ഫീറ്റ് ഹൈറ്റ് വേണം. അങ്ങനെയുള്ളൊരു ജസ്റ്റ് ഒരു ഷീറ്റ് വെച്ചിട്ടുള്ളൊരു വെയർ ഹൗസ്. ബേസിക് ഇലക്ട്രിസിറ്റി മതി. നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി അവിടെ ചെന്ന് സെറ്റ് ചെയ്യാൻ? 2-3 hours. 2-3 hours. അതായത് ഒരു ബിൽഡർ സിമ്പിൾ ഒരു റൂഫുള്ളൊരു പ്ലോട്ടും ഒരു 25 മീറ്റർ ഫീറ്റ് ഹൈറ്റുള്ള ഒരു സാധനം ബേസിക് ഇലക്ട്രിസിറ്റിയും തരാൻ തയ്യാറാണെങ്കിൽ ഒരു 2-3 hours നിങ്ങൾക്കൊരു മോക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കി കസ്റ്റമറിനൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ബിൽഡേഴ്സിൻ്റെ ഒരു സെയിൽസ് സൈഡിൽ ഇതൊരു വലിയ മൊമെൻ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് ആ ഒരു ഡേ കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം.